Hello friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. കേക്ക് എന്ന് പറയുമ്പോൾ സ്വീറ്റ് കേക്ക് അല്ല, നല്ല ചിക്കൻ എല്ലാം ഇട്ട അടിപൊളി സ്പൈസി കേക്കാണ്. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ആദ്യം നമ്മൾ ചിക്കൻ കേക്കിനുള്ള ഫില്ലിങ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ നമ്മൾ അല്പം എണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു 2 സവാള കട്ട് ചെയ്തത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വേഗം വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ ഞാൻ ഇന്നലെ അൽഫാം ഉണ്ടാക്കിയതിന് ബാക്കി വന്ന ഒരു ചെസ്റ്റ് പീസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി, ചെറുജീരകം, വലിയ ജീരകം, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ഇത് അൽഫാം ഉണ്ടാക്കിയ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് ആയിരുന്നു. അപ്പോൾ ഞാനത് എല്ലാം വേർപ്പെടുത്തിയിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത ചിക്കനാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എരിവിന് സ്വല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഗരം മസാല പൊടി കൂടി ചേർത്തു. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ അൽഫാമിൻ്റെ ചിക്കനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ മസാല ഏകദേശം ഇത് ഡ്രൈ മസാലയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതിലേക്ക് തക്കാളി ഒരിക്കലും ചേർക്കരുത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഇവിടെ കുട്ടികളുള്ള കാരണം കൊണ്ട് തന്നെ കുട്ടികൾക്ക് പച്ചമുളക് അവർക്ക് കടിച്ച ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. ഇതായിട്ടാണ് നമുക്ക് ഈ മസാല വേണ്ടത്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ മല്ലിയില ചേർത്ത് നമുക്ക് ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. നമ്മൾ ഡ്രൈ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കണം. നമുക്ക് ഇത് ചിക്കൻ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ബാറ്റർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് കൊക്കോ പൗഡർ വൈറ്റ് കളറാണ്. ഇത് സെയിം ഗ്ലാസ്സിൽ ഇതെല്ലാം ഒരേ അളവാണ്, മുക്കാലാണ് ഇതെല്ലാം എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ, മൈദപ്പൊടി, പാല്, 4 എഗ്സും വേണം. നമുക്ക് എഗ്ഗ് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ എത്ര എഗ്ഗ് ഇട്ടു? 4. അങ്ങനെ നമ്മുടെ ചിക്കൻ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ സ്റ്റൗവിൽ ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുക്കണം. എന്നിട്ട് നമ്മൾ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമാക്കി വെക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കും. നമുക്ക് കേക്ക് അതിൻ്റെ വക്കിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ ഈ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് ഇതിൻ്റെ 4 പുറത്തേക്കും ഈ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഡ്രൈ മസാല ഇങ്ങനെ തൂവി കൊടുക്കാം. നമ്മൾ ഈ മാവ് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഈ ഡ്രൈ മസാല നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്ത ലെയർ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും ഒരു ലെയർ ചിക്കൻ കൂടി ഇടാം. നമ്മൾ ചിക്കനും മാവ് എത്രയുണ്ടോ എന്നതനുസരിച്ച് എത്ര ലെയർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എനിക്കിവിടെ 2 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു ലെയർ കൂടി ഉണ്ടാക്കി വെച്ച ശേഷം നമുക്ക് ഇത് നന്നായിട്ട് മൂടി വെക്കാം. പിന്നെ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ അടിപൊളി സ്പൈസി ചിക്കൻ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളിതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്യാം.
പിന്നെ നമ്മൾ പാനിൽ നിന്ന് ഈ കേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാൻ എടുത്തിട്ട് കമിഴ്ത്തിയിട്ടിട്ട് കേക്ക് മറിച്ചിട്ടിട്ട് നമ്മളിതിൻ്റെ മറുപുറം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കാം. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലൊരു പാത്രം കമിഴ്ത്തിയിട്ട് ഇതിങ്ങനെ പാൻ തിരിച്ച് പിടിച്ചാൽ നമ്മളെ അടിപൊളി സ്പൈസി ചിക്കൻ കേക്ക് കഴിക്കാൻ റെഡി ആയിട്ട് ഉണ്ടാവും. അങ്ങനെ നല്ല സോഫ്റ്റായ ഇതൊരു ശരിക്കും നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫുഡ് ടേസ്റ്റാണ്, എല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.